ഇപ്പോൾ നമ്മൾ വെഞ്ഞാറമൂട്ടേക്ക് അവിടെ ഫർസാനയുടെ സംസ്കാര ചടങ്ങുകൾ തുടങ്ങാൻ പോകുകയാണ്. പൊതുദർശനം നടക്കുന്നു. പേരുമല ജംഗ്ഷനിൽ നിന്നുള്ള അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് എന്താണ് മനസ്സിലാകുന്നത്. സുഹൃത്ത് അഫാനാണ് ഫർസാനയുടെ ജീവനെടുത്തത്. അതിക്രൂരമായിട്ടുള്ളൊരു കൊലപാതകമായിരുന്നു. ചുറ്റിയെ പല തവണ തലക്കടിച്ച് മുഖമൊക്കെ വികൃതമായ രീതിയിലായിരുന്നു. എന്തായാലും ഫർസാനയുടെ സംസ്കാര ചടങ്ങുകൾ അവിടെ ആരംഭിക്കാൻ പോവുകയാണ്. ഫർസാനയുടെ മൃതദേഹം ചിറയിൻകീഴ് കാട്ടുമുറാക്കൽ ജുമാ മസ്ജിദിൽ എത്തിച്ചു. നേരത്തെ ഞാൻ പറഞ്ഞ വിവരം വെഞ്ഞാറമൂട് എന്തായിരുന്നു. അവിടെ അഫ്സാന്റെ പൊതുദർശനമാണ് അല്പസമയത്തിനകം തുടങ്ങാൻ പോകുന്നത്. പേരുമല ജംഗ്ഷനിലാണത്. ഫർസാനയുടെ മൃതദേഹം കബറടക്കുന്നു. അവിടെ നിന്നുള്ള കണ്ണീർ തളം കെട്ടിയ അന്തരീക്ഷത്തിലെ ദൃശ്യങ്ങളാണ് വരുന്നത്. ഒന്നും അറിയാത്ത ആളുകൾ മരണത്തിന് കീഴടങ്ങേണ്ടി വന്ന നിസ്സഹായമായ അവസ്ഥയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. നാടാകെ ഞെട്ടിയ, സാധാരണയിൽ കേട്ടുകേൾവിയില്ലാത്തൊരു സംഭവം. ഏറ്റവും ഉറ്റവരെ 23 വയസ്സ് മാത്രം പ്രായമുള്ള ഒരാൾ കൊലപ്പെടുത്തിയ സംഭവം. അതിന് പിന്നാലെയാണ് അവിടെ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ, ഞെട്ടിക്കുന്ന വിവരങ്ങളൊക്കെ പുറത്തേക്ക് വന്നത്. ഫർസാനയുടെ മൃതദേഹം ചിറയിൻകീഴ് കാട്ടുമുറാക്കൽ ജുമാ മസ്ജിദിൽ എത്തിച്ചവിടെ ചടങ്ങുകൾ നടക്കുകയാണ്. കൊലപാതകം നടന്ന സമയവും ഇത്രയും പിന്നിട്ടെങ്കിലും എന്താണ് ഇതിലേക്ക് നയിച്ച കാരണം എന്നതിൽ ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. ഈ ഫർസാനയുമായി ഉണ്ടായ ബന്ധം കുടുംബം എതിർത്തതാണോ എന്നതിലുള്ളൊരു സംശയം നിലനിൽക്കുന്നുണ്ട്. സാമ്പത്തിക പ്രശ്നങ്ങളാണോ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ള നിഗമനങ്ങളിലേക്കൊക്കെ പോലീസ് എത്തുന്നുണ്ട്. പക്ഷേ ഒരു അന്തിമ നിഗമനം ഇതുവരെ പോലീസിന് എത്താനായിട്ടില്ല. എന്തായാലും ഫർസാനയെ അതിക്രൂരമായി മുഖം വരെ വികൃതമാക്കി അങ്ങനെയായിരുന്നു പ്രണയിച്ച കുറ്റത്തിന് കൊലപ്പെടുത്തിയത്. കണ്ണൻ നായർ വിവരങ്ങളുമായി ചേർന്നിട്ട്. കണ്ണൻ, അത്യന്തം ദുഃഖകരമായ, ആർക്കും ഉൾക്കൊള്ളാൻ കഴിയാത്ത, ഇപ്പോൾ പോലും വിശ്വസിക്കാൻ കഴിയാത്തൊരു സംഭവമാണ് ഉണ്ടായത്. അവിടുത്തെ അന്തരീക്ഷം എങ്ങനെ? കെട്ടി നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ്. കാര്യം ഇന്നലെ ഇതേ സമയത്തൊക്കെ തന്നെ ജീവനോടുണ്ടായിരുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ മരണമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അതിൻ്റെ സംസ്കാര ചടങ്ങുകളാണ് നടക്കുന്നത്. ഏറ്റവും പ്രിയപ്പെട്ട ഒരു ആൾ വിളിച്ചപ്പോൾ, അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി വിളിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ചെന്നതാണ്. പക്ഷേ ഇങ്ങനെ ഒരു മരണം ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചില്ല. സന്തോഷത്തോടു കൂടി തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ വീട്ടിലേക്ക് ചെന്നതാണ്. ആ കുട്ടിയെയാണ് നിഷ്ഠൂരമായി എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നുള്ള ശബ്ദത്തിന് എന്തോ ഒരു ചെറിയ തടസ്സമുണ്ട്. അവിടെ കബറടക്ക ചടങ്ങുകൾ നടക്കുകയാണ്. ഇന്നലെ ഇതേ സമയം ജീവനോടുകൂടി ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിയാണ് ഇന്ന് നമുക്കൊപ്പം ഇല്ലാത്തത്, ഉറ്റവർക്കൊപ്പം ഇല്ലാത്തത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിൽക്കുമ്പോഴായിരുന്നു ഇന്നലെ മകൾ വീട്ടിൽ നിന്ന് ട്യൂഷൻ എടുക്കാനായി ട്യൂഷന് പോകുന്നു എന്ന് പറഞ്ഞ് പോയിട്ട് പിന്നെ തിരികെ എത്തിയില്ല എന്ന വിവരം പിതാവ് അറിയുന്നത്. ഇങ്ങനെ ഒരു സൗഹൃദം, അഫാനുമായുള്ള ഫർസാനയുടെ സൗഹൃദം, അതേക്കുറിച്ച് അച്ഛന് അറിയില്ലായിരുന്നു. സമീപത്തെ വീട്ടിൽ ട്യൂഷൻ എടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് വൈകിട്ട് 3:30 പെൺകുട്ടി പുറത്തേക്ക് പോയത്. ഈ പെൺകുട്ടിയുടെ പിതാവിൻ്റെ സ്ഥലമാണ് ചിറയിൻകീഴ്, മാതാവിൻ്റെ സ്ഥലം ഷീജയുടെ സ്ഥലം വെഞ്ഞാറമൂടാണ്. വെഞ്ഞാറമൂട് ഒരു അലൂമിനിയം ഫാബ്രിക്കേഷൻ കട നടത്തുകയാണ് സുനിൽ. 6 വർഷം മുമ്പാണ് കുടുംബം ഇവിടെ താമസം തുടങ്ങിയത്. അഞ്ചൽ സെയിൻറ്റ് ജോൺസ് കോളേജിൽ MSc വിദ്യാർത്ഥിനിയാണ് മരിച്ച ഫർസാനയുടെ മൃതദേഹമാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇപ്പോൾ ചിറയിൻകീഴിലേക്ക് എത്തിച്ചവിടെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. കണ്ണൻ, തുടരാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ഒരു അന്തരീക്ഷം തന്നെയാണ്. ഇന്നലെ വൈകിട്ട് ഇതേ സമയത്ത് തൻ്റെ പ്രിയപ്പെട്ടവൻ വിളിച്ചപ്പോൾ ആ സ്ഥലത്തേക്ക് പോയതാണ്. പിന്നീട് ഏതാണ്ട് 24 മണിക്കൂർ പിന്നിടുമ്പോൾ ഒരു മൃതശരീരമായി ഈ പള്ളിയിലേക്ക്, ചിറയിൻകീഴിലെ കാട്ടുമുറാക്കൽ പള്ളിയിലേക്ക് എത്തേണ്ട ഒരു അവസ്ഥ. കാര്യം ആ കുട്ടി ഒരിക്കൽ പോലും ആലോചിച്ചിട്ടില്ല, ചിന്തിച്ചിട്ടില്ല തനിക്ക് ഇങ്ങനെയൊരു ദുരന്തം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ചിന്തിച്ചിട്ടില്ല. ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ വിളിച്ചപ്പോൾ അയാളുടെ വീട്ടിലേക്ക് പോയതാണ് ആ പെൺകുട്ടി. പഠിക്കാൻ പിടിക്കുകയായിരുന്നു. വലിയ നാട്ടുകാരോടൊക്കെ തന്നെ വലിയ സ്നേഹത്തോടു കൂടി സംസാരിക്കുകയും പെരുമാറുകയൊക്കെ തന്നെ ചെയ്ത കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ആൾക്കാർക്കൊക്കെ തന്നെ അമ്മയുടെ നാട്ടിലായാലും അച്ഛൻ്റെ നാടായ ചിറയിൻകീഴിലായാലും ഒക്കെ തന്നെ എല്ലാവർക്കും വലിയൊരു ഞെട്ടലാണ് ഉണ്ടായിട്ടുള്ളത്. തുടക്കം മുതൽ ഈ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് ഈ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്ത സ്റ്റെഫിനാണ്. സ്റ്റെഫിൻ, നമ്മൾ ഇന്നലെ രാത്രി മുതൽ ഈ ഒരു അവസ്ഥ കാണുന്നതാണ്. അടുത്ത് നമ്മൾ കാണുന്നത് നമുക്ക് ഒരിക്കൽ പോലും ഒരു പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണുള്ളത്.
തീർച്ചയായിട്ടും കണ്ണൻ, കാരണം ഇപ്പോഴും നമുക്ക് ആ ദൃശ്യങ്ങളിൽ ഒരുപക്ഷെ കാണാൻ കഴിയും ആ അച്ഛനും സഹോദരനുമൊക്കെ എത്രമാത്രം വേദന കടിച്ചമർത്തിക്കൊണ്ടാണ് അവിടെ നിൽക്കുന്നത്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയിലാണ് ഇപ്പോഴും അദ്ദേഹം പ്രിയപ്പെട്ട മകളുടെ മൃതദേഹത്തിന് സമീപം ആ സംസ്കാര ചടങ്ങ് നടക്കുന്ന സമീപത്തുള്ളത്. ഇന്നലെ രാത്രിയിൽ ദേഹം കുഴഞ്ഞു വീണതാണ്. താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഈ സംസ്കാര ചടങ്ങ് കാണുന്നതിന് വേണ്ടി, മകളെ അവസാനമായി ഒന്ന് കാണുന്നതിന് വേണ്ടിയാണ് ആ പിതാവ് എത്തിയത് എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം. ഒപ്പം ആ തൊട്ടടുത്ത് നിൽക്കുന്ന ആ സഹോദരൻ്റെ മുഖത്തൊന്നും ഇപ്പോൾ ആ ദുഃഖം മാറിയിട്ടില്ല. ഇനി ഉടനൊന്നും മാറുമെന്നും തോന്നുന്നില്ല. അത്രയധികം ദുഃഖം ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അത്രയധികം ക്രൂരമായിട്ടാണ് ഫർസാനെ കൊലപ്പെടുത്തിയത്. ആ പ്രിയപ്പെട്ട മകളുടെ മുഖം ഒന്ന് കാണാൻ പോലും ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ അടുത്ത സുഹൃത്തുക്കൾക്കൊന്നും സഹപാഠികൾക്കൊന്നും കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത്രയധികം ക്രൂരമായി മുഖത്ത് അടിച്ചും ആ ചുറ്റിക കൊണ്ട് അടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. യഥാർത്ഥത്തിൽ നമ്മൾ ആ ഇൻക്വസ്റ്റ് കഴിഞ്ഞ് പുറത്തേക്ക് വന്ന പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ നമ്മോട് പറഞ്ഞത് ഈ രണ്ടുപേരെയും, പ്രത്യേകിച്ച് സഹോദരനും അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടിയുടെയും മുഖം തിരിച്ചറിയാൻ പോലും കഴിയാത്ത തരത്തിൽ ഒരു രീതിയിലായിരുന്നു എന്നുള്ളതാണ് സ്റ്റെഫൻ. കാര്യം ഏറ്റവും പ്രിയപ്പെട്ടവരായിരുന്നു. സഹോദരനാണെങ്കിൽ എവിടെ പോയാലും സഹോദരനുമായിട്ടാണ് പുറത്തു പോകുന്നത്. മറ്റു സൗഹൃദങ്ങളൊന്നും ഈ പ്രതിക്ക് ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഈ പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്ന ഒരാളാണ്. പലപ്പോഴും ഈ പ്രതിയോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ചോദിച്ച സമയത്ത് ഞാൻ മരിക്കാൻ തീരുമാനിച്ചു, ഞാൻ മരിച്ച ശേഷം എൻ്റെ കുടുംബവും മരിച്ചു കഴിഞ്ഞാൽ അവൾ ദുഃഖിക്കും, അവളും ചിലപ്പോൾ ആത്മഹത്യ ചെയ്യും, അതിനു മുമ്പ് ഞാനങ്ങ് ചെയ്തതാണെന്നൊക്കെ ഒരു സ്വയംബോധമുള്ള ആൾക്കാർ പറയുന്ന പോലൊന്നും അല്ല സംസാരിക്കുന്നത്. പക്ഷേ നഷ്ടമായത് ഈ കുടുംബത്തിനാണ്. കാര്യം ഏറ്റവും പ്രിയപ്പെട്ടവരെന്ന് കരുതിയിരുന്ന ഒരാളുടെ കൈകൊണ്ട് തന്നെ അത്രയും ക്രൂരമായി മുഖം പോലും വികൃതമാക്കപ്പെട്ട് ഒരു നിദ്രയിലേക്ക് പോകേണ്ട ഒരവസ്ഥ. എത്രത്തോളം വിദ്യാഭ്യാസത്തിലൊക്കെ നല്ല വിദ്യാഭ്യാസമുള്ള കുട്ടിയായിരുന്നു, 5ലായിരുന്നു പഠിച്ചിരുന്നത്. ആ കുട്ടിക്ക് ചിലപ്പോൾ നല്ല രീതിയിലുള്ളൊരു ജോലിയൊക്കെ ലഭിച്ച് സുഖമായൊക്കെ തന്നെ ജീവിതകാലം മൊത്തം ജീവിക്കാൻ സാധിക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. പക്ഷേ ഈ പ്രതിയോടുള്ള സ്നേഹം കൊണ്ട് അയാൾ വിളിച്ചപ്പോൾ ചിലപ്പോൾ സ്നേഹത്തോടെ അമ്മ ക്യാൻസർ രോഗിയാണെന്നുകൊണ്ട് ചിലപ്പോൾ അമ്മയെ സഹായിക്കാൻ മറ്റോ വിളിച്ചതാണോ എന്ന് കരുതി അങ്ങോട്ട് പോയതാണ്. പക്ഷേ മരണത്തിന്റെ രൂപത്തിലാണ് ആ വിളി വന്നതെന്ന് പെൺകുട്ടി അറിഞ്ഞിരുന്നില്ല. ഇപ്പോൾ രതീഷ് പറയാൻ സാധിക്കാന്ന് വെച്ചാൽ ഇവിടെ ഒരു ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ഒരു വലിയ ഒരു അന്തരീക്ഷം തന്നെയാണ് നമുക്ക് ഇപ്പോഴും കാണാൻ സാധിക്കുക. കാര്യം ആർക്കും ആ ഞെട്ടലിൽ നിന്ന് ഒരു മുക്തി നേടാൻ സാധിച്ചിട്ടില്ല. കാര്യം ഇന്നലെ മുതൽ സ്റ്റെഫിൻ ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ അതല്ല 5 മണി മുതൽ വെഞ്ഞാറമ്പൂട്ട് ഞാനും ഉണ്ട്. നമുക്ക് ഓരോ ആൾക്കാരോട് സംസാരിക്കുമ്പോൾ അവർക്ക് എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല. എന്താണ് ഈ വിദ്യാർത്ഥിക്ക് സംഭവിച്ചതെന്നുള്ള ഒരു അവസ്ഥയാണ്. തീർച്ചയായിട്ടും, കാരണം ഇപ്പോൾ ഓരോ ആളുകളോടും നമ്മൾ സംസാരിക്കുമ്പോൾ ഈ കുടുംബത്തെ പറ്റി അവരുടെ ഒരു അഭിപ്രായം, പ്രത്യേകിച്ചും ഫർസാനെ പറ്റി, സഹോദരനെ പറ്റിയൊക്കെ ഉള്ളൊരു അഭിപ്രായം എന്ന് പറയുന്നത് അത്രയധികം ഒരു അഗാധമായൊരു ബന്ധം ആയിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ സഹോദരൻ ഫർസാനയും തമ്മിലുള്ളൊരു ആത്മബന്ധം, അതും വലിയൊരു ആത്മബന്ധം ഇരുവരും തമ്മിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ആ കുടുംബത്തിൽ ഒരു വലിയ തീരാ നഷ്ടമാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇനി അതിൽ നിന്നൊക്കെ അവർ മോചിതരാകണമെങ്കിൽ ഏറെ പാടാണ്. ജീവിതകാലം പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം സ്വന്തം സഹോദരിയാണ്, ജീവൻ തുല്യ സ്നേഹിച്ച ഒരാളാണ്. ഒരിക്കലും നമുക്ക് ജീവിതത്തിൽ മറക്കാൻ സാധിക്കില്ല. കാര്യം ഇന്നലെ ആ സഹോദരൻ്റെ ഒരു വാക്കുകൾ ഞാൻ കേട്ടതാണ്. ഒന്നും വയ്യ, എനിക്കൊന്നും പറയാനില്ല എന്നുള്ള വാക്കുകൾ പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് പോകുന്നത്. അതുപോലെ തന്നെ ആ കുട്ടിയുടെ ഉപ്പ തീർച്ചയായും അത് തന്നെയാണ്. ഒരു കാലത്തും ആ ഒരു വേദനയിൽ നിന്ന് മുക്തി നേടാൻ ആ ഒരു കുടുംബത്തിന് കഴിയില്ല. അത്രത്തോളം വലിയ ഒരു ദുഃഖമാണ് അവർക്കുണ്ടായിരിക്കുന്നത്. സ്വന്തം സഹോദരിയെയാണ് ആ മനുഷ്യനെ നഷ്ടപ്പെട്ടിരിക്കുന്നത്, മകളെയാണ് ആ മാതാപിതാക്കൾക്ക് നഷ്ടമായിരിക്കുന്നത്. പഠിക്കാൻ തനിച്ചാകും എന്നാണ് ഈ കൊലപാതകത്തെക്കുറിച്ച് പോലീസിനോട് ഇയാൾ മൊഴി നൽകിയത് എന്നാണ് പോലീസിനുള്ള വിവരം. ഫർസാനയുടെ മരണമറിയാൻ അല്പം കുറേ സമയത്തിന് ശേഷമാണ് ഈ കുട്ടി കൂടി ഈ അരിങ്കുലയിൽ ഇരയായി എന്ന കാര്യം വ്യക്തമാകുന്നത്. തഹിമ പറഞ്ഞ പോലെ പഠിക്കാൻ മിടുക്കിയായിരുന്നു. സ്കൂൾ പഠനകാലത്ത് ആണ് ഇരുവരും തമ്മിൽ പരിചയം. പിന്നീട് അത് വലിയ അടുപ്പമായി വളർന്നു. MSc പഠിക്കുകയാണ്. അഞ്ചലിലെ സെൻറ് ജോൺസ് കോളേജിലാണ് MSc പഠിക്കുന്നത്. ഇന്നലെ വൈകിട്ട് ട്യൂഷൻ എടുക്കാൻ വീട്ടിൽ നിന്നിറങ്ങി. കഴിഞ്ഞ ദിവസം ഇരുവരും ബൈക്കിൽ പോകുന്ന, ഇരുചക്ര വാഹനത്തിൽ പോകുന്നത് മറ്റൊരു ബന്ധു കണ്ടിരുന്നു. അങ്ങനെയുള്ള സംശയത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഈ പെൺകുട്ടിയെ തിരിച്ചറിയുന്നത്. ചുറ്റിക കൊണ്ട് അടിച്ച് മുനയുള്ള എന്തോ കൊണ്ട് തലയിൽ കുത്തിയൊക്കെ കൊലപ്പെടുത്തിയെന്നതാണ് അത് പരിശോധിച്ചപ്പോൾ അവിടുന്ന് ഇൻക്വസ്റ്റ് ഉൾപ്പെടെ പൂർത്തീകരിച്ച പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. മുഖം വികൃതമാക്കിയ നിലയിലായിരുന്നു. എന്തായാലും അവിടെ ഖബറടക്കം പുരോഗമിക്കുകയാണ്. ചിറയൻകീഴ് ജുമാ മസ്ജിദിലാണ് ഖബറടക്കം അവസാനിച്ചിരിക്കുന്നു. ഫർസാനയുടെ ഖബറടക്കം അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്.